ഇന്ന് KSRTC ബസ്സുകളിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര അനുവദിക്കുന്ന സംബന്ധിച്ച് ജൂൺ 15 മുതൽ നടപ്പാക്കും. BJPയോ അല്ലെങ്കിൽ മഹിളാ മോർച്ചയോ വിടാനൊന്നുമില്ല. ജനങ്ങൾക്ക് നീതി നൽകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ BJP അതേപോലെ മഹിളാ മോർച്ച പ്രവർത്തിക്കുന്നുള്ളത്. അതുക്കുള്ള കോമൺ സെൻസ് ഞങ്ങൾക്കുണ്ട്. അങ്ങനെ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുകയാണ് മക്കളെ. ജൂൺ 15 മുതൽ കേരളത്തിലെ സ്ത്രീകൾക്ക് ഇനി KSRTC ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാം. അപ്പം ഈ ഒരു പറഞ്ഞ വാക്ക് പാലിച്ചതിന് എത്ര ആളുകൾ അംഗീകരിക്കുന്നുണ്ട്, എത്ര ആളുകൾക്ക് സന്തോഷമുണ്ട്? നിങ്ങൾ ഒന്ന് ലൈക്ക് അടിച്ചേക്കണം. VD സതീശൻ പ്രഖ്യാപിച്ച ഈ ഒരു KSRTC ബസ്സിൽ സൗജന്യ യാത്ര ജൂൺ 15 മുതൽ ചെയ്യാമെന്നൊരു വാക്ക് പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ഇലക്ഷന് മുമ്പ് പറഞ്ഞൊരു കാര്യമാണ്. KSRTCയിൽ ഞങ്ങൾ അധികാരത്തിൽ വരുവാണെങ്കിൽ UDF വിജയിച്ച് അധികാരത്തിൽ വരുവാണെങ്കിൽ KSRTCയിൽ സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ ഒരു സൗകര്യം ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഇപ്പം പൂർത്തീകരിച്ചിരിക്കുകയാണ്. അപ്പം അത് ഇഷ്ടപ്പെട്ട ആളുകളൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചേക്കണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ എല്ലാവരും കൂടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പം ഇതിന് ഇപ്പോൾ ഈ മന്ത്രിസഭ ഇപ്പോൾ ഇന്നായിരുന്നു സത്യപ്രതിജ്ഞ. അപ്പോൾ ഈ സത്യപ്രതിജ്ഞ നടക്കുന്നതിന് മുമ്പ് എനിക്ക് ഇതിനകത്ത് ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യുവമോർച്ച BJPയുടെ യുവമോർച്ച നടത്തിയ മഹിളാ യുവമോർച്ച നടത്തിയ ഒരു കോമാളിത്തരമാണ് എനിക്കിതിനകത്ത് രസകരമായിട്ട് തോന്നിയത്. കാരണം മുഖ്യമന്ത്രി ഇതുവരെ സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല. അതുമാത്രമല്ല, സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്ന് ഈ പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെങ്കിൽ അതിനെതിരെ പ്രതിഷേധിക്കാം. പക്ഷേ ഇതൊന്നും ചെയ്യാതെ മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ്, സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് ഇതിനെതിരെ സമരത്തിനിറങ്ങിയ ഇവരെയൊക്കെ പിന്നെ കോമാളി എന്നല്ലാതെ പിന്നെ എന്താണ് വിളിക്കേണ്ടത് അല്ലേ? അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് പറഞ്ഞ വാക്ക് പാലിക്കുന്നില്ല എന്ന് കാണുകയെന്നുണ്ടെങ്കിൽ സമരം ചെയ്യുന്നതിൽ ഒരു അന്തസ്സെങ്കിലും ഉണ്ട്. അപ്പോൾ എന്തായാലും മഹിളാ മോർച്ചയുടെ ഒരു സമരത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് തരാം. അതിനു മുമ്പ് VD സതീശൻ പറയുന്ന ആ ഒരു സ്ത്രീകൾക്ക് ജൂൺ 15 മുതൽ എല്ലാ സ്ത്രീകൾക്കും ഈ പറഞ്ഞിട്ടുള്ള ജൂൺ 15 മുതൽ KSRTCയിൽ ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് യാത്ര ചെയ്യാം എന്ന് പറയുന്ന അതും കൂടെ ഞാനിവിടെ ആ ഒരു ക്ലിപ്പും കൂടെ വെച്ച് തരാം. ഓക്കെ, അതിന് മുമ്പ് ഞാനൊരു പോസ്റ്റ് വായിക്കാം. ഇത് മാത്രമല്ല, ഇത് കൂടാതെ വേറെയും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം ആദ്യ മന്ത്രിസഭയിൽ തന്നെയാണ് ഇത് പറയുന്നത്. അപ്പം VD സതീശൻ സർക്കാരിൻ്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിലെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ. അപ്പോൾ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ജൂൺ 15 മുതൽ ഞാൻ പറഞ്ഞതുപോലെ. അതുകൂടാതെ വയോജനങ്ങൾക്ക് പ്രത്യേക വകുപ്പ്. അടുത്തത് ആശാ വർക്കർമാർക്ക് ഓണറേറിയം 3000 രൂപ കൂട്ടി. അടുത്തത് അംഗൻവാടി ജീവനക്കാർക്ക് 1000 രൂപ കൂട്ടി. അടുത്തത് പാചകവാതക തൊഴിലാളികൾക്ക് 1000 രൂപ കൂട്ടി. അടുത്തത് പ്രീ പ്രൈമറി ടീച്ചർമാർക്കും 1000 രൂപ കൂട്ടി. അപ്പോൾ ഇതാണ് ആദ്യ മന്ത്രിസഭയിൽ പറഞ്ഞേക്കുന്ന പ്രഖ്യാപനങ്ങൾ. അപ്പം ജൂൺ 15 തൊട്ട് സ്ത്രീകൾക്ക് യാത്ര കഴിഞ്ഞി തൊട്ട്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞിട്ടുള്ള മഹിളാ മോർച്ചയുടെ ആ ഒരു പ്രകടനം ഞാൻ ഇവിടെ നിന്ന് കാണിച്ചു കൂട്ടാം. എന്തൊരു കോമാളിത്തരമാണ് ഈ കാണിക്കുന്നത് അല്ലേ? നിങ്ങളത് കണ്ടുപോകെ. സൗജന്യ ടിക്കറ്റ് തീർച്ചയായും ഞങ്ങൾ നേടിയെടുത്തു. ആദ്യം എന്താ മെയ് 15 നമുക്ക് സൗജന്യ ടിക്കറ്റ് തരാമെന്നാണ് പറഞ്ഞത്. പക്ഷേ അത് ഒരു കാരണവശാലും നടക്കുന്നതായിട്ട് തോന്നിയില്ല. ഞങ്ങൾ അങ്ങ് ഒന്നിച്ചിറങ്ങി, മഹിളാ മോർച്ച ഇറങ്ങിയാൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ ഒന്നിച്ചിറങ്ങി സൗജന്യ ടിക്കറ്റ് നേടിയെടുത്തു. മുഖ്യമന്ത്രിയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ മാത്രമേ പ്രഖ്യാപിച്ചുള്ളൂ, മറ്റു മന്ത്രിമാരൊന്നും ആയിട്ടില്ല. അപ്പോൾ ഈ സമരം നടത്തുന്നത് ശരിയാണോ? ശരിയാണ്. മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കാത്തത് ആരുടെ കുറ്റം? പൊതുജനങ്ങളുടെ കുറ്റമാണോ? അല്ല. അവരിൽ തന്നെ ഗ്രൂപ്പിസം കളിച്ച് നടന്നാൽ നമ്മൾ എന്ത് ചെയ്യും?
അവരിൽ തന്നെ ഒരു ഐക്യത്വം നിലനിർത്തിയിട്ടില്ല. പിന്നെ എന്തിനാണ് നമ്മൾ ഈ നോക്കുന്നത്? 15 പറഞ്ഞിട്ടുണ്ടെങ്കിൽ 15 ഞങ്ങൾക്ക് കിട്ടിയിരിക്കണം. അത് ഞങ്ങൾ നേടിയെടുക്കും. BJP മഹിളാ മോർച്ചയെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കളിയാണ്. ഞങ്ങൾ നേടിയെടുക്കും എന്ന് പറഞ്ഞ അവകാശം നേടിയെടുത്തിരിക്കും. ഇപ്പൊ എങ്ങോട്ടാ യാത്ര? ഇപ്പൊ ഞങ്ങൾ ആറ്റിങ്ങലോട്ട്. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ ഇക്കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചത്. മറ്റു മന്ത്രിമാരെ ഒന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സൗജന്യ യാത്ര നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് സമയം വേണ്ടിവരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ മുൻപ് നേതാക്കൾ പറഞ്ഞിരുന്നത് മെയ് 15-ാം തീയതി നടപ്പിലാക്കുമെന്നാണ്. അത് നടപ്പിലാക്കാൻ പറ്റിയൊരു സാഹചര്യത്തിലല്ല നിലവിലിപ്പോൾ പാർട്ടിയും സംസ്ഥാന സർക്കാരും നിലവിലുള്ളത്. പറഞ്ഞതുപോലെ മറ്റു മന്ത്രിമാരെ പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിൽ ഈ ഒരു പദ്ധതി സൗജന്യ യാത്ര നടപ്പിലാക്കുന്നതിനുള്ള സാങ്കേതികമായ ബുദ്ധിമുട്ടുകളുണ്ട്. അതേസമയം തന്നെ ഇക്കഴിഞ്ഞ ദിവസമാണ് ഈ സൗജന്യ യാത്ര നടപ്പിലാക്കുന്നത്. ഇതുപോലെ കേന്ദ്ര ഗവൺമെൻറ് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇതുപോലെ നടപ്പിലാക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒന്ന് നടപ്പിലാക്കിയിട്ടുണ്ടോ? ഇല്ല. അതുമാത്രമല്ല, ഈ സമരം ചെയ്യുന്ന ഇവരൊക്കെ ഇന്ന് ഗ്യാസിന് വില കൂടി, പെട്രോളിനും ഡീസലിനും 3 രൂപ വെച്ച് ഇപ്പോൾ കൂടി. അങ്ങനെ എന്തൊക്കെ നമുക്ക് മനുഷ്യർക്ക് നിത്യജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾക്കൊക്കെ വില കൂടിയിട്ട് ഈ പ്രകടനം, ഈ സമരം നമ്മൾ ഇതിനകത്തൊന്നും കണ്ടിട്ടില്ല. ഇവിടെ KSRTCയിൽ ഫ്രീ ആയിട്ട് സ്ത്രീകൾക്ക് ഞങ്ങളുടെ ഗവൺമെൻറ് അധികാരത്തിൽ വരുവാണെങ്കിൽ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവായി ഇരുന്ന സമയത്ത് VD സതീശൻ പറഞ്ഞത്, അത് പുള്ളി സത്യപ്രതിജ്ഞ ചെയ്ത് മുഖ്യമന്ത്രി കസേരയിലോട്ട് ഇരിക്കുന്നതിന് മുമ്പേ ആ ഒരു സമരം നടത്തിയത് അതൊരു കോമാളിത്തരം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കോമാളിത്തരം തന്നെയാണ്, അല്ലാതെ അതിനകത്ത് യാതൊരു സംശയമില്ല. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എത്രയോ ഈ പറഞ്ഞിട്ടുള്ള മനുഷ്യൻ നിത്യോപയോഗ സാധനങ്ങൾക്കും നിത്യോപയോഗ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് വില കൂട്ടിയിട്ടും ഈ പറഞ്ഞിട്ടുള്ള മഹിളാ മോർച്ചയെ നമ്മൾ എവിടെയും കണ്ടില്ലല്ലോ ഇങ്ങനെ പ്രകടനം നടത്തുന്നത്. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രകടനം നടത്തിയാൽ പിന്നെയും അതിനൊരു മേന്മയെങ്കിലും ഉണ്ട് അല്ലേ? ഇനി ഞാനിവിടെ VD സതീശൻ പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രഖ്യാപനം ഞാനിവിടെ വെച്ച് തരാം. പറഞ്ഞ വാക്ക് പുള്ളി പാലിച്ചിട്ടുണ്ട്. ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അതിലെ 2 ഗ്യാരണ്ടികൾ നടപ്പാക്കാൻ തീരുമാനിച്ചു. ഒന്ന്, KSRTC ബസ്സുകളിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര അനുവദിക്കുന്ന സംബന്ധിച്ച് ജൂൺ 15-ാം തീയതി മുതൽ നടപ്പാക്കും. അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. ജൂൺ 15 മുതൽ, അടുത്ത മാസം 15-ാം തീയതി മുതൽ KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര ആരംഭിക്കും. രണ്ടാമത്തെ കാര്യം, ഒരു വയോജനങ്ങൾക്കായുള്ള പ്രത്യേക വകുപ്പ് രൂപീകരിക്കും എന്ന് ഇന്ദിരാ ഗ്യാരണ്ടിയിലുണ്ടായിരുന്നു. നിങ്ങൾ കേൾക്കുമ്പോൾ അത് തീരുമാനമെടുത്തിട്ടുണ്ട്. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ പോവുക. ഞാൻ വളരെ അഭിമാനത്തോടെ പറയുന്നു, എൻ്റെ അറിവിൽ നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്ത് വയോജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായ വകുപ്പ് രൂപീകരിക്കുന്നത്. കേട്ടല്ലോ, VD സതീശൻ പുള്ളി പറഞ്ഞിട്ടുള്ള വാക്ക് അവർ പാലിച്ചിട്ടുണ്ട്. ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് ഇനി KSRTCയിൽ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാം. പിന്നെ ഇനി എന്തിനും ഒരു സമയമുണ്ട്. അതുപോലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റാൽ മാത്രമേ ഈ പറഞ്ഞിട്ടുള്ള നിയമപരമായിട്ട് എന്തെങ്കിലും തീരുമാനമെടുക്കാൻ അവർക്ക് സാധിക്കത്തുള്ളൂ അല്ലേ? അപ്പോൾ അതിന് പോലും ഒരു സമയം കൊടുക്കാതെ സത്യപ്രതിജ്ഞ പോലും കഴിയുന്നതിന് മുമ്പേ ഈ ഒരു കോമാളിത്തരം കാണിച്ചു കൂട്ടിയതിനെ ന്യായീകരിച്ചുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള BJP ഡിസ്ട്രിക്റ്റ് പ്രസിഡന്റ് അശ്വിനി MLA വന്നിട്ടുണ്ട്. കോമാളിത്തരങ്ങൾ കാണിച്ചു കൂട്ടിയിട്ട് അതിനെ ന്യായീകരിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ ആദ്യമായിട്ട് കാണുവാണ്. എന്തായാലും പുള്ളിക്കാരിക്ക് പറയാനുള്ളതും കൂടെ ഒന്ന് കേട്ടു നോക്കാം, ഒന്ന് കണ്ടു നോക്കേ. എല്ലാവർക്കും നമസ്കാരം.
എന്താ അല്ലേ, നീ ഇങ്ങനെ വന്നിരുന്ന അങ്ങോട്ട് ന്യായീകരിച്ച് അങ്ങോട്ട് മെഴുകിയാൽ മതി. ഈ പറഞ്ഞിട്ടുള്ള കോമാളിത്തരം കാണിച്ചിട്ട് അതിനൊരു ന്യായീകരണമായി. ഞാനിവിടെ എന്തായാലും പുള്ളിക്കാരി അശ്വിനി MLA വീഡിയോയുടെ അടിയിൽ, പുള്ളിക്കാരി ഇട്ട വീഡിയോയുടെ അടിയിൽ വന്നൊരു കമൻറ്റ് ഞാനിവിടെ വായിക്കാം. ജോയി MK എന്ന് പറയുന്നൊരു പുള്ളിയാണ് ഇട്ടേക്കുന്നത്. ചേച്ചിയുടെ ലീഡേഴ്സ് നൽകിയ വാഗ്ദാനമെല്ലാം പറഞ്ഞ സമയത്ത് തന്നെ ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതുപോലെ യുദ്ധത്തിന് മുൻപുള്ള ഗ്യാസിൻ്റെ, പെട്രോളിൻ്റെ വില, ഹോട്ടലിൽ നിന്നും കഴിക്കുന്ന ഭക്ഷണത്തിന് വാങ്ങുന്ന ടാക്സ്, ഇതൊക്കെ ഞാൻ പറയുമ്പോൾ രാജ്യവികസനത്തിന് വേണ്ടി എന്ന് പറയും. പക്ഷേ മുൻകാലത്ത് നിങ്ങൾ ഇതിനെതിരെ വലിയ സമരങ്ങളാണ് നടത്തിയത്. വലിയ സമരങ്ങളാണ്, നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് അല്ലേ ഇവരൊക്കെ നടത്തിയിട്ടുള്ള സമരങ്ങൾ. എന്താ അല്ലേ? അപ്പം ഈ പറഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ എടുക്കുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനൊരു സമരം നടത്തണമെങ്കിൽ അത് ഇവരെ കൊണ്ടേ പറ്റൂ അല്ലേ?